ഏവർക്കും ലേൺ പടിയിലേക്ക് സ്വാഗതം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. കുറച്ച് പേരെങ്കിലും മനസ്സിൽ വരാറുള്ള ചോദ്യങ്ങളാണ്: എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ തുടങ്ങേണ്ടത്. സോ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വെയിറ്റ് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളോട് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഏതെന്നായിരിക്കും അല്ലേ? എന്തിനാ പഠിക്കുന്നത്? യെസ്, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? വൈ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. എന്തിനാ പഠിക്കുന്നത്? അതിപ്പോൾ അത്ര വലിയ ചോദ്യമാണോ അല്ലേ? ഈസി അല്ലേ? പരീക്ഷയുണ്ട്, സോ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ, വൈ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു എന്നാണെങ്കിൽ, വേറെ കുറച്ച് സിറ്റുവേഷൻസ് കൂടി ഒന്ന് പറയാം. സാധാരണ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിന് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ പഠിച്ച് നേടണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നമ്മൾ പഠിക്കാൻ തുടങ്ങും. പഠിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോൾ ആ മോട്ടിവേഷൻ പതുക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇതേപോലെ തന്നെ മോട്ടിവേഷനോടെ വീണ്ടും പഠിക്കുന്നു. ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഇന്നിപ്പോൾ ഇത്ര മതി, ബാക്കി നാളെ പഠിക്കും, സമയമുണ്ടല്ലോ. പിന്നെ ചില സന്ദർഭങ്ങളിലാണെങ്കിൽ ഈ സബ്ജക്റ്റ് ഭയങ്കര ബോറാ, ഇത് വേണ്ട, ഇതിന് കുറച്ച് മാർക്ക് പോയാൽ പോട്ടെ. സോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളോ സന്ദർഭങ്ങളോ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ സമയത്ത്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മുടെ വൈയുടെ ഉത്തരം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ അതിൻ്റെ ഒരു ബേസിക് കാരണം ഇതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? വൈ? സോ അതിൻ്റെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സോ ലേൺ പടിയിൽ ഈ വൈയുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ, അറിവ് നേടാൻ വേണ്ടി നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് മോചനം ഉണ്ടാവുക. ഡീമോട്ടിവേഷൻ അങ്ങനെ അധികം ഉണ്ടാവില്ല. ബോറിംഗ് വലുതായിട്ട് ഫീൽ ചെയ്യുക. ശരിയാണ്, ക്ലാസ്സിന്റെ രീതികൾ വെച്ച് ബോറിംഗ് ഉണ്ടാവും, സമ്മതിക്കുന്നു. അല്ലാതെ നമ്മളൊരു സബ്ജക്റ്റിനെ ബോറടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവില്ല. എപ്പോൾ അറിവ് നേടാൻ വേണ്ടി എന്നുള്ള ആശയത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്വാസാണ് ഇവിടെ ഉറച്ചു കയറില്ല. അറിവ് നേടാൻ വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ള ആശയം ഇവിടെ ഉറച്ചു കയറിയാൽ നമുക്ക് പഠനം കുറച്ചുകൂടി നമുക്ക് രസകരമാകുന്നുണ്ടാവും. വൈ എന്ന ക്വസ്റ്റിന്റെ ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കണ്ട. ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഉത്തരം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം എന്നാണെങ്കിൽ പേടിക്കണ്ട. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഭാഗം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടിയ വൈയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന വാട്ട്, എന്ത് പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. സോ കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്താൽ നിലവിലുള്ളതിൽ നമുക്കറിയാം ജനറൽ നോളജ്, മാത്സ്, റീസണിങ്, അതേപോലെ പിന്നെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, ചില പരീക്ഷകളിലൊക്കെ ലാംഗ്വേജ് സെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് സാധാരണയായി കവർ ചെയ്യുന്ന സിലബസിൽ വരുന്ന ഭാഗങ്ങൾ. നിലവിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി നോക്കിയാലും നമുക്ക് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളും അതേപോലെ സാധാരണ ജനറൽ ക്വാളിഫിക്കേഷൻ വേണ്ടുന്ന എക്സാംസ് ഒക്കെ നോക്കിയാൽ ഇതായിരിക്കും സിലബസ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സോ ഇതിൽ നമ്മൾ മാത്സിലെ വോട്ടിനെ കുറിച്ചാണ് ഇനി കാണാൻ പോകുന്നത്. സോ ഓർത്തിരിക്കേണ്ട ഒരു ആശയം, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വോട്ട് അഥവാ സിലബസ് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ളതാണ്. നിലവിൽ ഈ 2020 ഓഗസ്റ്റ് അവസാനം വരെയുള്ള പരീക്ഷകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള സിലബസിൽ പറയുന്നത് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ഏത് വിഷയം എടുത്താൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്കുള്ളത്. സോ അതിൻ്റെ അർത്ഥം ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച കാര്യങ്ങളില്ലേ, അത് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതും അതുപോലെ സാധാരണ കാണപ്പെടുന്നതുമായ ആശയങ്ങളാണ്. പക്ഷെ അതിനെ നമ്മൾ അങ്ങനെ കണ്ട് ഇതുവരെ പഠിച്ചിട്ടുണ്ടായില്ലായിരിക്കാം. കുഴപ്പമില്ല, ഇനിയാണെങ്കിലും നമുക്ക് അങ്ങനെ ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ വൈയുടെ ഉത്തരം കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ടാവും, കുറച്ചുകൂടി പഠനം രസകരമായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും. സോ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് മാത്തമാറ്റിക്സിന്റെ സിലബസ് നോക്കാം നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. മാത്തമാറ്റിക്സിലെ വാട്ട് എന്നതിന്റെ ആൻസറിലേക്ക് നമ്മൾ പോകുന്നത്, അതായത് മാത്തമാറ്റിക്സിലെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള ഡീറ്റെയിൽ സിലബസ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. സോ സിലബസ് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് പഠനം കുറച്ചുകൂടി ഓർഡറിൽ ആക്കാൻ സാധിക്കുന്നുണ്ടാവും. ഒന്ന് ഓർക്കേണ്ടത്, നിലവിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏതെടുത്താലും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും നമുക്ക് 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ തരംതിരിക്കാൻ പറ്റുന്നത് ഈ ഒരു രീതിക്കായിരിക്കും.
സോ ഇത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും നമുക്കുള്ള ടോപ്പിക്സ് ആണ് ആദ്യം കാണുന്നത്. അത് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അതനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ സാധിക്കും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യമേ അരിത്തമെറ്റിക്. ഇത് എന്തുകൊണ്ടാണ് മാറ്റി എഴുതിക്കുന്നത് ചോദിച്ചാൽ ഈ അരിത്തമെറ്റിക് എന്ന് പറയുന്ന പോർഷൻ, ആ ടോപ്പിക് എന്നുള്ള സബ് പോർഷൻസ് മാത്രമേ നിലവിൽ കേരള PSCയിൽ 10ാം ക്ലാസ് വരെ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ വേണ്ടുന്ന എക്സാംസിൽ പ്രിലിംസിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അതിനുശേഷം വരുന്ന ഓൾജിബ്ര, ബീജഗണിതം. നോർമലി എക്സും വൈയും ഒക്കെ ഇട്ട് വരുന്ന ഇക്വേഷൻസ് ഒക്കെ വരുന്ന പല ആൾക്കാർക്കും കണ്ടുകൂടാത്ത കുറച്ച് ഭാഗങ്ങൾ, പക്ഷേ എളുപ്പമുള്ള ഭാഗങ്ങൾ അത് നമുക്ക് ആശയങ്ങളിലേക്ക് വരുമ്പോൾ ആ സമയത്ത് മനസ്സിലാക്കാം. അതുപോലെ A+B² ഇതൊക്കെ ആക്ച്വലി വരുന്നത് നമ്മുടെ ഓൾജിബ്ര സെഗ്മെന്റിലാണ്, ബീജഗണിത രൂപം. പിന്നെയുള്ള ജോമെട്രി, ജാമിതി, കോർഡിനേറ്റ് ജോമെട്രി. ജാമിതി എന്ന് പറയുമ്പോൾ അറിയാലോ, സാധാരണ ജാമിതി രൂപങ്ങളൊക്കെ. കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ഉണ്ട്, പിന്നെ കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്. കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ സൂചക സംഖ്യകൾ. നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നൊക്കെ വിളിക്കാറില്ല, എക്സ് അക്ഷം വൈ അക്ഷം എന്നൊക്കെ. സോ അതൊക്കെ വരുന്ന കോർഡിനേറ്റ്സിലാണ്. അതുപോലെ കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്. പിന്നെ മെൻസുറേഷൻ, 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ, ത്രിമാന രൂപങ്ങൾ, ദ്വൈമാന രൂപങ്ങൾ, അതൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. സോ അവിടെ ഈ പറയുന്ന ഏരിയ കണ്ടുപിടിക്കുക, ത്രിമാന രൂപങ്ങളാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കുന്ന രീതിയിലൊക്കെ, വ്യാപ്തം കണ്ടുപിടിക്കുന്ന, അതൊക്കെ മെൻസുറേഷൻ വരുന്ന. അതുപോലെ കേരള PSCയിലേക്ക് സാധാരണ ചോദിക്കാറുള്ളത് എന്തെങ്കിലും ഒരു ഷേപ്പ് നമ്മൾ ഉരുക്കി മാറ്റിയിട്ട് ഇത്ര ഉണ്ടാക്കി എന്നൊക്കെ പറയല്ലേ, അതൊക്കെ ആക്ച്വലി മെൻസുറേഷൻ എന്ന് പറയുന്ന ആശയത്തിൽ വരുന്ന. പിന്നെയുള്ളത് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്, ത്രികോണമിതി. നോർമലി ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിലൊക്കെ മാത്രം കാണപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കാറുള്ള ഭാഗം. പക്ഷെ ഇത് നമ്മൾ 10ാം ക്ലാസ്സിനകത്ത് പഠിക്കുന്ന, 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഈ ട്രിഗണോമെട്രി ടോപ്പിക് ഒക്കെ. പിന്നെ സ്റ്റാറ്റ്സ്, ഈ മാധ്യമങ്ങൾ, മീൻ മീഡിയൻ ബോട്ട്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ വരുന്ന സ്റ്റാറ്റ്സിൽ വരുന്ന. പിന്നെ പ്രോബബിലിറ്റി, സാധ്യതാ പഠനം. സോ നമ്മൾ ഈ പറയുന്ന ബ്ലാക്ക് ഇങ്കിൽ എഴുതിയിരിക്കുന്ന ഈ 3 ടോപ്പിക്സ് സാധാരണഗതിയിലൊക്കെ PSC പരീക്ഷയ്ക്ക് പോകുന്നവർ പഠിക്കാതെ പോകുന്ന ടോപ്പിക്സാണ്, കാണാറുണ്ടാവില്ല. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം റെഫർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ചോദ്യരൂപങ്ങൾ വളരെ അപൂർവമാണ്. പക്ഷേ ട്രിഗണോമെട്രി എന്നൊക്കെ പണ്ട് PSC ചോദിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി എന്നാണെങ്കിൽ 2019 10th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ എക്സാമിൽ വന്നിട്ടുള്ള ചോദ്യമാണ് പ്രോബബിലിറ്റി എന്നൊക്കെ. സോ സ്റ്റാറ്റ്സിൽ നിന്നൊക്കെ വരാൻ ചാൻസ് ഉള്ള. സോ നോർമലി നമ്മൾ ലേൺപടിയിൽ പഠിക്കാനുള്ള സമയത്ത് 10th സ്റ്റാൻഡേർഡ് സിലബസ്, 10ാം ക്ലാസ്സിലുള്ള സിലബസാണ് പറയാനുള്ളെങ്കിൽ ഇത് ഫുള്ള് നമ്മൾ കാണാറുണ്ട്. അല്ലാണ്ട് ഈ എഴുതിയിരിക്കുന്ന മാത്രമല്ല, സാധാരണ ഈ ബ്ലൂ ഇങ്കിൽ എഴുതിയിരിക്കുന്ന മാത്രമാണ് PSCയിൽ എപ്പോഴും കാണപ്പെടാറുള്ളത്. പക്ഷെ ഇതും നമ്മൾ പഠിക്കാറുണ്ട്, കാരണം 10ാം ക്ലാസ്സിനകത്ത് വരുന്നതാണ് ഇതൊക്കെ. സോ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ള തരംതിരിവാണ്. ഇനി ഇതിനകത്തൊക്കെ ഓരോ സബ് പോർഷൻസ് വരുന്നുണ്ട്, അത് നമ്മൾ ഓരോരോ ഭാഗങ്ങൾ വരുമ്പോൾ കാണുന്നുണ്ടാവും ഏതൊക്കെയാണ് സബ് പോർഷൻസ് ആയിട്ട്. സോ അങ്ങനെ സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ആശയങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ പഠിക്കേണ്ടത് കൂടുതൽ ഐഡിയ ലഭിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും പഠിച്ചോളൂ, പഠിക്കാനുള്ള സോഴ്സ് ഏതും ആയിക്കോട്ടെ, പക്ഷേ സിലബസ് ഈ ഒരു രീതിയിൽ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. പിന്നെ പലർക്കുള്ള സംശയമാണ് SCERT NCERT സിലബസിലുള്ളതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ. സംശയം ഉണ്ടെങ്കിൽ ആ ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് നോക്കിക്കോളൂ. ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്നുള്ള ആശയങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷെ അത് ഇങ്ങനെ പേരിട്ട് തന്നെ വിളിക്കണമെന്നില്ല. ഇപ്പൊ NCERT ടെക്സ്റ്റ് എടുത്താൽ ഇതേപോലത്തെ രൂപത്തിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ കാണാൻ സാധിക്കും. SCERT ഇതേപോലെ രൂപത്തിൽ കാണുന്നില്ല. പക്ഷെ ട്രിഗ്നോമെട്രി ഒക്കെ ഉണ്ട് അതേ രൂപത്തിൽ, പ്രോബബിലിറ്റി ഉണ്ട്, സാധ്യത എന്ന് പറഞ്ഞു, ജോമെട്രി, ജാമതി. പക്ഷെ ജാമതിയിൽ പല ആശയങ്ങളുണ്ട്, അതൊക്കെ പല ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ക്ലബ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ജോമെട്രിയുള്ള ആശയങ്ങളെല്ലാം ക്ലബ് ചെയ്ത് പഠിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെഷൻ കൊണ്ട് തന്നെ മീൻസ് ഒരു പ്രാവശ്യം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ആശയങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇനിയിപ്പോൾ നമുക്ക് ഈ 10ാം ക്ലാസ് വരെയുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടുന്ന എക്സാംസിൽ നിലവിൽ കേരള PSCയുടെ പ്രിലിംസിൽ അരിത്തമെറ്റിക് എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. അതിൽ നിന്നുള്ള ഭാഗങ്ങൾ മാത്രം, അതിലുള്ള എല്ലാ ഭാഗങ്ങളിലും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. സോ അത് ഏതൊക്കെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഈ ഒരു കോഴ്സിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ പ്രിലിംസിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷന്റെ ഒരു ഫൗണ്ടേഷൻ ഇടുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ഇതിലെ ടോപ്പിക്സ് മാത്രമായിരിക്കും ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുക. പക്ഷേ ഓവറോൾ ഉള്ള ഫുൾ കോഴ്സ് സെപ്പറേറ്റ് കവർ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിന് ശേഷം അതിലേക്ക് പോകാം. ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും ലേൺ പടിയിൽ പോകുന്ന സിസ്റ്റം എങ്ങനെയാണ്, ആ സിസ്റ്റം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്കും പോകുന്നതാണ്. സോ ടോട്ടൽ മാത്സ് പഠിച്ചു വെച്ചാൽ നാളെ ഏത് എക്സാമിനേഷന് പോകണം തോന്നിയാലും നമുക്ക് പോകാൻ സാധിക്കും, പ്രൊവൈഡ് പ്രാക്ടീസ് മാത്രം മതി. സോ അതുകൊണ്ട് തന്നെ ആ ലെവൽ കണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും പറയുന്നു, എവിടുന്ന് പഠിച്ചാലും കുഴപ്പമില്ല, പക്ഷെ സിലബസ് മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് നമുക്ക് അരിത്തമെറ്റിക്കിൽ വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന സബ് ടോപ്പിക്സ് ഏതൊക്കെയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ
ആദ്യമേ സംഖ്യകൾ നമ്മൾ എപ്പോഴും തുടങ്ങുന്ന നമ്പേഴ്സ് എന്നായിരിക്കും. നമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെടണം, എങ്കിൽ മാത്രമേ നമുക്ക് മാത്സിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നമ്പർ സിസ്റ്റം അഥവാ സംഖ്യകൾ എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യമേ വരുന്നത്. പിന്നെ വേണമെങ്കിൽ ലസാഗ ഉസാഗ എന്ന് പറഞ്ഞ അടുത്ത ടോപ്പിക് ഉണ്ടാവും. ശതമാനം, പെർസെൻറ്റേജ്, അംശബന്ധം, അനുപാതം, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ശരാശരി, ആവറേജ്. സോ അരിത്തമെറ്റിക്കിൽ വരുന്ന ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് നമുക്ക് ഇതുപോലെ 5 തരംതിരിക്കാം. ഇപ്പൊ ചെറുടെ മനസ്സിലൊക്കെ കുറച്ച് സംശയങ്ങൾ വന്നു കാണും. ഇത്തരം ടോപ്പിക്സ് അരിത്തമെറ്റിക്കിലുള്ളൂ. കാരണം വേറെ പലിശ, ലാഭനഷ്ടം, സമയം, ദൂരം, ഇങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. സോ അതൊക്കെ ഇവിടെയാണോ ഇനി വരുന്നത്? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ ആ ഡൗട്ട്സും ക്ലിയർ ആകുന്നതാണ്. സോ ശ്രദ്ധയോടെ കേട്ടുള്ളൂ. സംഖ്യകൾ, നമ്പേഴ്സിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ പഠിക്കും. ആ നമ്പേഴ്സിന്റെ ടൈപ്സിൽ തന്നെ വരുന്നതാണ് ഭിന്നസംഖ്യ, അതേപോലെ ദശാംശ സംഖ്യ. സോ ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, ഫ്രാക്ഷൻസും ഡെസിമൽസും, അതൊക്കെ ആക്ച്വലി സംഖ്യയിൽ വരുന്ന തരങ്ങളാണ്. സോ ഈ സംഖ്യകൾ എന്ന് പറയുന്ന പോർഷനകത്ത് തന്നെ നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടാവും. സംഖ്യകൾ നമുക്ക് ഏറ്റവും ആദ്യമേ നമ്മൾ സംഖ്യകളുടെ തരങ്ങളാണ് പഠിക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ തുടങ്ങുന്ന എണ്ണിയായിരിക്കും തുടങ്ങുക. അത് നമ്മൾ സംഖ്യകൾ പഠിക്കുമ്പോൾ മനസ്സിലാവും എവിടെയാണ് നമ്മൾ തുടങ്ങുക എന്നുള്ളത്. സോ അതിനുശേഷമാണ് ഓപ്പറേഷൻസ്, ബേസിക് ഓപ്പറേഷൻസ് ആയ കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഈ ഓരോ സംഖ്യാ രൂപങ്ങളും, ഈ സംഖ്യാ തരങ്ങൾ, ഭിന്നസംഖ്യകൾ, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, അങ്ങനെയുണ്ട്. ദശാംശ സംഖ്യകളുണ്ട്, കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. പിന്നെ പൂർണ്ണ സംഖ്യകളുണ്ട്. ഒക്കെ സംഖ്യാ തരങ്ങൾ വരുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. സോ അതെല്ലാം ചേർന്ന് സംഖ്യകൾ എന്ന് പറയുന്ന വലിയൊരു വാസ്റ്റായ ടോപ്പിക്കാണ്. പക്ഷെ അത് നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ലസാഗ ഉസാഗ, LCM ആൻഡ് HCF, അതും ഈ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ സംഖ്യകളുടെ കൂടെ തന്നെ കാണാൻ പറ്റുന്ന. കാരണം ഭിന്നസംഖ്യയിൽ നമുക്ക് ലസാഗ ഉസാഗയുടെ ഹെൽപ്പ് വേണ്ടി വരും, പ്രത്യേകിച്ച് ലസാഗുണ്ട്, LCMത്തിന്റെ. പിന്നെ ശതമാനം, പെർസെൻറ്റേജ്. ഈ ശതമാനത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയാൽ അതിന്റെ സബ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ശതമാനത്തിന്റെ സബ് ടോപ്പിക്സ്. അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് പ്രോഫിറ്റ് ലോസ്, പിന്നെ ഡിസ്കൗണ്ട്, ലാഭനഷ്ടം, കിഴിവ്. അതേപോലെ തന്നെ ഉള്ളതാണ് പലിശ, ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിനകത്ത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, സാധാരണ പലിശ, കൂട്ടുപലിശ. ഇതൊക്കെ ശതമാനത്തിന്റെ ആപ്ലിക്കേഷൻസ് മാത്രമാണ്. സോ ഇപ്പോഴും കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട് വീണ്ടും വന്നു കാണും, ഈ പ്രോഫിറ്റ് ലോസ് ഒക്കെ എങ്ങനെയാണ് ശതമാനം പഠിച്ചാൽ മനസ്സിലാകുക എന്നുള്ളത്. കാരണം അവിടെ കുറെ ഫോർമുലാസ് ഉണ്ട്, ഇൻട്രസ്റ്റിൽ അതുപോലെ കുറെ ഫോർമുലാസ് ഉണ്ട്, ഷോർട്ട് കട്ട് ഫോർമുല, ഷോർട്ട് കട്ട് രീതികൾ പലതും ഉണ്ട്. സോ എങ്ങനെയാ പിന്നെ ഈ ശതമാനം പഠിച്ച ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നത്? അത് ആക്ച്വലി ശതമാനം എന്ന് പറയുന്ന ആശയം വരുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ശതമാനത്തിന്റെ ആപ്ലിക്കേഷൻ ലെവൽ. സോ ശതമാനത്തിന്റെ അടിസ്ഥാനം കിട്ടിയാൽ പ്രോഫിറ്റ് ലോസ്, ഡിസ്കൗണ്ട്, ഇൻട്രസ്റ്റ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഉറയ്ക്കുന്നുണ്ടാവും. പിന്നെ അവിടെ ചോദ്യരൂപങ്ങൾക്ക് അനുസരിച്ച് ചെയ്യേണ്ട രീതികൾ മാത്രമേ വരുന്നുള്ളൂ. സോ ഏറ്റവും ബേസിക് ആയിട്ട് ശതമാനമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ശതമാനങ്ങളും ചോദ്യരൂപങ്ങളുമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, ആശയപരമായിട്ട്. പിന്നെ അതിനുശേഷം ശതമാനമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്നതാണ് അംശബന്ധവും അനുപാതവും, റേഷ്യോ എന്ന് പറയുന്നത്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. സോ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ നമ്മൾ താരതമ്യം ചെയ്യുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത്. ശതമാനം ശതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാനിക്കുന്നത്, മീൻസ് ഔട്ട് ഓഫ് 100 പറയുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ 2 പേര് അല്ലെങ്കിൽ 2 കൂടുതൽ പേരോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റേഷ്യോയുടെ യൂസ് വരുന്നുണ്ടാവും. സോ അംശബന്ധം, അനുപാതം പഠിച്ചാൽ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ നോക്കാം. ടൈം ആൻഡ് വർക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ, സമയം, ജോലി. പല ആൾക്കാരും പാടെന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. പിന്നെ പൈപ്പ് ആൻഡ് ടാങ്ക്. ടൈം ആൻഡ് വർക്ക് അറിയാവുന്ന പലർക്കും പൈപ്പ് ആൻഡ് ടാങ്ക് അല്ലെങ്കിൽ പൈപ്പ് ആൻഡ് സിസ്റ്റം, പൈപ്പും ടാങ്കും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഭയങ്കര പാടാന്നാണ് പറയുന്നത്. പക്ഷേ ടൈം ആൻഡ് വർക്കിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അതേ ആശയം തന്നെ പൈപ്പ് ആൻഡ് ടാങ്കിൽ വരുന്നത്. പക്ഷെ ഇത് രണ്ടും മനസ്സിലാണെങ്കിൽ അംശബന്ധം കറക്റ്റ് ആയിട്ടൊന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്. അടുത്ത പാടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സമയം, ദൂരം, വേഗത. സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് തന്നെ പല ഭാഗങ്ങളായിട്ട് തിരിക്കും. നോർമൽ ആയിട്ടുള്ള ബേസിക് ലെവൽ, പിന്നെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ബോട്ട് ആൻഡ് സ്ട്രീം, ഈ പറയുന്ന ഒഴുക്കിനോടൊപ്പം ഒക്കെ പോകുന്ന അവസ്ഥകൾ. സോ അങ്ങനെ സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്. പിന്നെ ഉള്ളതാണ് പാർട്ട്ണർഷിപ്പ്, കൂട്ടുകച്ചവടം. അത് കൂടുതലും ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിലൊക്കെ കാണാറുള്ളത്. ഇത് കൂടാണ്ട് നമ്മൾ സാറിന് റീസണിങ്ങിൽ കാണാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്, ഏജ്, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, വയസ്സുമായി ബന്ധപ്പെട്ട ആശയം. വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ആശയം ഏറ്റവും ബേസിക് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ റേഷ്യോയുടെ പ്യൂർ ആപ്ലിക്കേഷൻ. റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ഏജ് എന്ന് പറയുന്ന ചാപ്റ്റർ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും.
പക്ഷെ റേഷ്യോ എന്ന് പറയുന്നത് പഠിക്കേണ്ട രീതിയിലല്ലാതെ ചുമ്മാ കുറെ ചോദ്യ മോഡൽ എടുത്താൽ പഠിച്ചെങ്കിൽ ശരിയാണ്, ഇവിടെ അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയും ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ശരിയാണ്. പക്ഷെ നമ്മൾ കവർ ചെയ്യുക റേഷ്യോ ആശയപരമായി മനസ്സിലാക്കുന്നു, അത് എങ്ങനെയാണ് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് മനസ്സിലാക്കി കൊണ്ടായിരിക്കും പോവുക. സോ അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ശരാശരി, ആവറേജ്. ഈ ആവറേജിന്റെ ഒരു അടിസ്ഥാന ആശയത്തിൽ നിന്നാണ് മിക്സ്ചേഴ്സ്, മിശ്രിതം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ പലതും ആശയങ്ങളായി ഉപയോഗിക്കുക. മിശ്രിതം ശരിക്കും പറഞ്ഞാൽ PSC ലെവലിൽ സാധാരണ സെപ്പറേറ്റ് ആയിട്ട് കാണാറില്ല. നമുക്ക് ഈ ശതമാനത്തിലും അംശബന്ധത്തിലും ഒക്കെ മിക്സ്ചേഴ്സിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിനകത്ത് വരുന്ന മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ട്രിക്ക് എന്നൊക്കെ ചിലർ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ കേൾക്കും. അതൊക്കെ ശരിക്കും ശരാശരി ആവറേജിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വന്നതാണ്. സോ ബേസിക്കലി ഇത്ര ഓർത്താൽ മതി. ഈ പറയുന്ന നമ്മൾ ഇങ്ങനെ തരംതിരിച്ച് ഈ പറയുന്ന 5 ഭാഗങ്ങൾ പഠിച്ചാൽ അരിത്തമെറ്റിക്കിൽ ബാക്കി ഇടയ്ക്ക് വരുന്ന പോർഷൻസും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സോ എവിടുന്ന് പഠിച്ചാലും ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമ്മുടെ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ലസാഗു, ഉസാഗ, 1 2 3 4 ടോപ്പിക്സ് ആയില്ലേ. പിന്നെയുള്ളത് ലാഭനഷ്ടം, പ്രോഫിറ്റ് ആൻഡ് ലോസ്. പിന്നെയുള്ളത് സമയം, ദൂരം, 1 2 3 4 5 6 ടോപ്പിക്സ് ആയി. പിന്നെ ശരാശരി 7 ടോപ്പിക്കായി. 8ാമത്തെ ടോപ്പിക് ഉള്ളത് സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടും, ഈ പറയുന്ന വർഗവും വർഗമൂലവും. ശരിക്കും അത് നമ്പേഴ്സിലൂടെയാണ് നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ഓൾജിബ്ര എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് അതിനെ ഉൾപ്പെടുത്താം. നമ്മൾ ശരിക്കും A+B² എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ. സോ ആ സാധനങ്ങളൊക്കെ ശരിക്കും ബീജഗണിത രൂപത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ വരുന്ന, സോ അതൊക്കെ നമ്മൾ ശരിക്കും ഓൾജിബ്രയിലാണ് കവർ ചെയ്യുക. ഓൾജിബ്രയിൽ തന്നെ വരുന്നതാണ് വേറെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഈ ബഹുപദങ്ങൾ, പോളിനോമിയൽസ് എന്നൊക്കെ പറയുന്ന ആശയങ്ങളുണ്ട്. അതൊക്കെ ഓൾജിബ്രയിൽ വരുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്രേണിയില്ലേ, പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണി എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ ശരിക്കും ഓൾജിബ്രയുടെ ഒരു അടിസ്ഥാനം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നത്. സോ നമ്മൾ ലേൺ പഠിക്കുന്ന സിലബസിൽ ആക്ച്വലി ഓവറോൾ മാത്സ് സിലബസിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രേണി പോലത്തെ കാര്യങ്ങളൊക്കെ ഓൾജിബ്ര എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും പഠിക്കുക. പിന്നെ അതുപോലെ ജോമെട്രി, മെൻസുറേഷൻ ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത. സോ അതൊന്നും പ്രിലിംസിൽ ഉൾപ്പെട്ടില്ല. സോ പ്രിലിംസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും എന്ന് അറിയാമെങ്കിൽ ഒന്നും പറയുക. പിന്നെ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, അതേപോലെ ലസാഗു, ഉസാഗ, ലാഭനഷ്ടം, ഒരുപക്ഷെ കിഴിവും കൂടി അതിനകത്ത് ഉൾപ്പെട്ടേക്കാം, നമുക്ക് കിഴിവും കൂടി കാണുന്നുണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ സമയം, ദൂരം എന്നുള്ളത്. പിന്നെ ശരാശരി, അതുകൂടാണ്ട് വർഗവും വർഗമൂലവും, സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടും. ഇത്രയും ആശയങ്ങളെ മാത്സിൽ നിലവിൽ കേരള PSCയുടെ പ്രിലിംസിൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള എക്സാംസിന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ ടയർ 2 മെയിൻസിൽ ഇതേപോലെ ഒബ്ജക്റ്റീവ് ആയിരിക്കും, അന്നേരം ബാക്കിയെല്ലാം വരുമോ എന്ന് നമുക്ക് അറിയില്ല, നിലവിൽ അറിയില്ല. അതേപോലെ 12th സ്റ്റാൻഡേർഡ് ഡിഗ്രി ലെവലിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഉൾപ്പെട്ടേക്കാം. സോ എന്തായാലും നമ്മൾ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ടോട്ടൽ മാത്സും നമ്മൾ ചെയ്തിട്ടുണ്ട്, ലേൺ പഠിയിലുണ്ട്. സോ അതായത് എൻറ്റയർ 10ാം ക്ലാസ് വരെയുള്ള സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായും നോക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു തവണ മാത്സ് പഠിച്ചാൽ മതി, അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരു തവണ മാത്സ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ പ്രാക്ടീസ് മാത്രം മതി. നമ്മൾ ഓരോ എക്സാമിന് വേണ്ടി മാത്രം, ഇപ്പോൾ സാധാരണ കാണാറുള്ളത് കേരള PSCയിലേക്ക് കാണാറുള്ളത്, ഓക്കെ LDC വിളിക്കുമ്പോൾ അതിനു വേണ്ടി ഒന്ന് പഠിക്കുന്നു, ഡിഗ്രി ലെവൽ വിളിക്കുമ്പോൾ അതിനു വേണ്ടി പഠിക്കുന്നു, ഫയർമാൻ വിളിക്കുമ്പോൾ അതിനു വേണ്ടി പഠിക്കുന്നു മാത്സ്. എന്തിനാ അങ്ങനെ പഠിക്കുന്നത്? ഇത്രയും ടോപ്പിക്സ് ആണുള്ളത്. 10ാം ക്ലാസ് സിലബസ് ഒന്ന് എപ്പോഴെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക്സേ ഉള്ളൂ. ഈ ടോപ്പിക്സ് ഫുൾ ഒരിക്കലും ഒന്ന് കവർ ചെയ്യുക. പിന്നെ അതിനുശേഷം ഫുൾ കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇട്ട് വർക്ക് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ആശയം ഫുൾ കവർ ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അങ്ങ് ചെയ്യാം. മറ്റൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യാനുള്ളത്, പലരുടെ മനസ്സിലുണ്ടാകുന്ന സംശയം SCERT NCERT ടെക്സ്റ്റിലൊക്കെ, ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവൽ എക്സാംസ് ആണെങ്കിൽ NCERT സിലബസ്, കേരള PSC സിലബസ് ആണെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയും. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതൊക്കെ ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതോ ഇത്രയേ ഉള്ളൂ, ഇനി എന്തെങ്കിലും അഡീഷണൽ ഉണ്ടോ, ഇല്ലാത്തതുണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടാവും. SCERT ടെക്സ്റ്റ് ബുക്സ് എടുത്തു വെച്ച് നോക്കുക, ഇതേപോലെ ആയിരിക്കില്ല തരംതിരിച്ചിരിക്കുന്നത്. NCERT ടെക്സ്റ്റ് എടുത്താൽ നമുക്ക് ഇതുപോലത്തെ തരംതിരിവ് കാണാൻ പറ്റും, ബാക്കിയുള്ളത് ഇതുപോലെ ആയിരിക്കില്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പല സമയത്തും പഠിക്കുന്നുണ്ടാവും. ഇപ്പം സംഖ്യകളെ കുറിച്ച് 1ാം ക്ലാസ് തൊട്ട് ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്നുണ്ട് സംഖ്യകൾ. അത് പക്ഷേ പിക്ചോറൽ റെപ്രസെന്റേഷൻ, ഓരോ പടങ്ങൾ തന്നിട്ട് എത്ര എണ്ണം എന്നൊക്കെ എണ്ണാനായിരിക്കും, വലുതും ചെറുതുമൊക്കെ കണ്ടെത്താൻ. അതിനുശേഷമാണ് സംഖ്യകളിലേക്ക് വരുന്നത്. അതേപോലെ ഈ കോമൺ മൾട്ടിപ്പിൾ, ലസാഗു,
പൊതുഗുണിതം എന്നൊക്കെ വരുന്നത് നമ്മളൊരു ഏകദേശം 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ അത് വരുന്നുണ്ട്. അത് ലസാഗു പേരിട്ടുണ്ടല്ലോ. പൊതുഗുണിതങ്ങൾ, ഇപ്പൊ ഗുണന പട്ടികയിലുള്ള നമ്പേഴ്സിന്റെ പൊതുഗുണിതം ഏത് എന്നൊക്കെ പറഞ്ഞുള്ള ആശയങ്ങളുണ്ട്. സോ അത് ശരിക്കും LCM HCF ആണ്. അതുപോലെ ശതമാനം, അംശബന്ധം, ശരാശരി, ഇതെല്ലാം 6ാം ക്ലാസ്സിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നതാണ്. പിന്നെ ജോമെട്രിക്കൽ ഷേപ്സിനെ കുറിച്ച്, അത് പടത്തിന്റെ രൂപത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3, 4, 5 ക്ലാസ്സുകളിൽ കാണുന്നുണ്ട്. അതുപോലെ സംഖ്യകളിലൊക്കെ ഏറ്റവും ബേസിക് ആശയം നമ്മൾ പഠിക്കുന്നുണ്ടോ, ആ ആശയങ്ങളൊക്കെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ്സുകളിലെ ക്ലാസ്സുകൾ കവർ ചെയ്യുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ടതിന് ശേഷം ബുക്സ് എടുത്ത് വെച്ച് നോക്കാവുന്നതാണ്. SCERT ടെക്സ്റ്റോ NCERT എടുത്ത് വെച്ച് നോക്കിക്കോളാം. നമ്മൾ പല ക്ലാസ്സിലായിട്ട് പഠിക്കുന്നത്. നമ്മൾ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ്സിലുണ്ടാവും. അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നതെന്ന് ഇപ്പോൾ. സോ ആ പല ആശയങ്ങൾ ക്ലബ് ചെയ്ത് ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ കാണുന്നു. സോ അതുകൊണ്ട് തന്നെ SCERT NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം മാത്സിലെ ഈ പറഞ്ഞ 10ാം ക്ലാസ് വരെയുള്ള സിലബസിൽ എന്തൊക്കെയുണ്ടോ അത് ഫുൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. ലേൺ പടി നേരത്തെ ഓഫ്ലൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഓൺലൈൻ വന്നപ്പോഴും എല്ലാം ഇതേപോലെ തന്നെ അല്ലാണ്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് അല്ല ഇതുവരെ ഇവിടുത്തെ മാത്സ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഫുൾ സിലബസ് ആണ്. ഏത് എക്സാം, അത് PSC ആയിക്കോട്ടെ, ഓൾ ഇന്ത്യ ലെവൽ ആയിക്കോട്ടെ, നമ്മൾ കവർ ചെയ്യേണ്ട സിലബസ് എപ്പോഴും ഫുൾ എൻറ്റയർ സിലബസ് ഉണ്ടാകുമായിരുന്നു. അതിൽ ഓൾ ഇന്ത്യ ലെവൽ എക്സാംസ് വരുമ്പോൾ കുറെ കൂടി ഹൈ വേരിയന്റ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി സിലബസ് ഇത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ പ്രിലിംസിന് വേണ്ടി 10ാം ക്ലാസ് വരെ ഈ പറയുന്ന കുറച്ച് ടോപ്പിക്സ് മാത്രം സെലക്റ്റീവായി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു സെപ്പറേറ്റ് കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിർത്തണമെന്ന് ഒരിക്കലും പറയില്ല. കാരണം അതിനുശേഷം എന്തായാലും ഒരു 1 മന്തോ 1.5 മന്ത്സോ കൊണ്ട് ഒന്ന് ശ്രമിച്ച് അത് ഫുള്ള് തീർക്കാൻ പറ്റും. ഇനി ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നവർക്ക് പോലും, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർക്ക് അത്ര പോലും സമയം വേണ്ടി വരില്ല. അതിനുശേഷം ഈ എൻറ്റയർ സിലബസ് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നാളെ ഇനി ഓൾ ഇന്ത്യ ലെവൽ എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന സമയത്ത് ഈ ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അതിന്റെ അടിസ്ഥാനം ഇപ്പം നമുക്കുണ്ടെങ്കിൽ, പിന്നെ ആ സമയത്ത് നമ്മൾ അത്രയും പണിയെടുക്കേണ്ടി വരില്ല. സോ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ പഠിക്കാൻ തുടങ്ങുള്ളൂ. ഇത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ ആശയങ്ങളുണ്ട്. അതൊക്കെ പാഠഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ സിലബസ് നോട്ട് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്നുകൂടി കാണുക, നോട്ട് ചെയ്ത് വെക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾ പഠിച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്നതെല്ലാം കവർ ചെയ്യും എന്ന് ഉറപ്പുവരുത്തണം. 10th സ്റ്റാൻഡേർഡിന്റെ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ സെക്ഷൻസിലേക്ക് പോവുക. ഈ സെക്ഷൻസിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ തരം തിരിച്ച് കാണുന്നുണ്ടാവും എന്തൊക്കെ പോർഷൻസ് ആണ് ഇവിടെ വരിക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആശയം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് വരെ ഏത് രീതി പഠിച്ചു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഇനി തൊട്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പഠിക്കാൻ തുടങ്ങുക. സോ ഇപ്പോൾ ഒരു പക്ഷേ വൈ എന്ന് പറയുന്നതിന്റെ ആൻസർ കുറച്ചുകൂടി ക്ലിയർ ആയി കാണും. വൈയുടെ ആൻസർ ക്ലിയർ ആയാൽ ഈ വാട്ട് ഈസി ആയിരിക്കും. ഇനിയാണ് എങ്ങനെ, ഹൗ. അത് നമ്മുടെ ഫസ്റ്റ് സെഷൻ തുടങ്ങുമ്പോൾ, മീൻസ് ഫസ്റ്റ് ക്ലാസ് തൊട്ട് ആ പറയുന്ന രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സ് ആണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും അവിടെ എത്ര നേരം ആ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞുള്ളൂ അത് ഫുള്ള് കേൾക്കുക, ശ്രവിക്കുക. ഏതെങ്കിലും പണ്ട് മറന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം നാളെ പിന്നെ വേറെ ഒരു കോഴ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ കോഴ്സിലുള്ള ആശയങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നാളെ ആണെങ്കിൽ ഇനി വീണ്ടും പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി, അല്ലെങ്കിൽ ആർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹം, ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി, അത് മതിയാവുമല്ലോ, അത് റെഫർ ചെയ്യാമല്ലോ. സോ ആ രീതിക്ക് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കി പഠിക്കുക. സോ ലേൺ പടിയിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം കോൺഫിഡൻ്റ് ആയിട്ട് ഫോളോ ചെയ്തോളാം. അത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വൈ, വാട്ട്, ഹൗ എല്ലാം ക്ലിയറായി മാത്സിൽ നിലവിൽ ഇന്നുള്ളതിനേക്കാൾ ഒരു പടി ഉയരത്തിൽ എത്തിയിട്ടുണ്ടാവും നിങ്ങളുടെ നിലവാരം. അത് 100% ഗ്യാരണ്ടി. പ്രൊവൈഡഡ് ഒട്ടും വെള്ളം ചേർക്കാതെ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ള സമയത്ത് 1-2 ചെറിയ കാര്യങ്ങൾ കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ അർത്ഥമെറ്റിക് കണ്ടപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഒക്കെ പറഞ്ഞു, സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, അതുപോലെ ശതമാനത്തിൽ നമ്മൾ പലിശ എന്നൊക്കെ പറഞ്ഞു അല്ലേ, പലിശ, കൂട്ടുപലിശ, സാധാരണ പലിശ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ SCERT അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് എടുത്തു. നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണമെന്ന് നിർബന്ധമില്ല. കൂടാതെ അത് സാധാരണ ഓൾജിബ്ര എന്ന് പറയുന്നത്, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ പാഠഭാഗങ്ങൾ, അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്നൊക്കെ പറഞ്ഞ പാഠഭാഗമുണ്ട്. അതിനകത്താണ് ചോദ്യ രൂപേണ വരാറുള്ളത്. കാരണം അവിടെയൊക്കെ നമുക്ക് ഇക്വേഷൻ വെച്ചാണ്, സ്റ്റെപ്പ് എഴുതിയാണല്ലോ സാറിന് സ്കൂളിലൊക്കെ സോൾവ് ചെയ്യേണ്ടത്.
അല്ലാണ്ട് ഈ പറയുന്ന ഷോർട്ടായ രീതിയിലല്ലോ 1 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യേണ്ടതല്ലോ, കുറെ സമയം എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. സോ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഓൾജിബ്രയിൽ വരുന്ന ടോപ്പിക്സിലൊക്കെയാണ് ശരിക്കും ഈ പറയുന്ന ബോട്ടാൻ സ്ട്രീമിലെ ക്വസ്റ്റ്യൻസ്, സ്പീഡ് ടൈം ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻസ്, പ്രോഫിറ്റ് ലോസിലെ ചില ക്വസ്റ്റ്യൻസ്, ഇൻട്രസ്റ്റിലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെയും കാണപ്പെടാറുണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ NCERT ടെക്സ്റ്റിൽ ഇതേപോലത്തെ ക്ലാസിഫിക്കേഷൻ കാണും. അതിൽ അർത്ഥമെറ്റിക്കൽ നമ്മൾ പറഞ്ഞ പോലത്തെ ക്ലാസിഫിക്കേഷൻ തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷെ ആ ഭാഗങ്ങൾ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നത് അതൊക്കെ ലഘുഗണിതങ്ങളാണ്. ഇതൊക്കെയാണ് വേറെ ബീജഗണിത രൂപമൊക്കെ അപ്ലൈ ചെയ്ത് പോകേണ്ടത്. പക്ഷെ ലഘുഗണിതത്തിലുള്ള അർത്ഥമെറ്റിക്കുള്ള പലതും നമുക്ക് ബീജഗണിത രൂപത്തിലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ബീജഗണിതത്തിലും അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ അതെല്ലാം നമ്മൾ ഈ ഒരു രീതിക്ക് കവർ ചെയ്യുന്നുണ്ടാവും. സോ അതും മനസ്സിലാക്കി വെച്ചോളൂ. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെഷൻ ആണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അർത്ഥമെറ്റിക്കിലെ ഫസ്റ്റ് ടോപ്പിക്കായി നമ്പേഴ്സ് ആണ്. സോ നമ്പേഴ്സിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ലാസ്റ്റ് സെഷനിൽ കവർ ചെയ്തത് മാത്തമാറ്റിക്സിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടുന്ന സിലബസിന്റെ മാതൃകയാണ്. അതെല്ലാവരും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം ഭാവിയിലാണെങ്കിലും മറ്റേതെങ്കിലും എക്സാംസിനാണെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടാവും. സോ ഇനി നമ്മൾ നമ്മുടെ കോഴ്സിലേക്ക് കിടക്കുകയാണല്ലോ. സോ അവിടെ ഏറ്റവും ആദ്യമേ പഠിക്കാൻ പോകുന്ന നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അത് ഏത് എക്സാമും ആയിക്കോട്ടെ, മാത്സിന്റെ നമ്മൾ തുടക്കം കുറിക്കുക എപ്പോഴും ഈ പറയുന്ന നമ്പേഴ്സ്, സംഖ്യകളിൽ നിന്നായിരിക്കും. സോ നമ്മുടെ ഇപ്പോൾ ഉള്ള സിലബസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് വരെ യോഗ്യത വേണ്ടുന്ന പരീക്ഷയുടെ പ്രിലിംസിന് വേണ്ടിയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ. സോ അതിൽ സിലബസിൽ പറയുന്ന ഫസ്റ്റ് ടോപ്പിക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമായിരുന്നു മാത്സിലുണ്ടായിരുന്നു. സോ അതേ ടോപ്പിക്ക് തന്നെ നമ്മൾ തുടങ്ങുന്നത്. ആ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ബേസിക്കലി ഒന്ന് കവർ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യമേ എപ്പോഴും സംഖ്യകളുടെ തരങ്ങളായിരിക്കും. കാരണം ഏതൊക്കെ തരം സംഖ്യകളുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ ബാക്കി ക്രിയകളിലേക്ക് പോകാനായിട്ട്. സോ സംഖ്യാ തരങ്ങൾക്കാണ്. പിന്നെ മറ്റടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സംഖ്യാ തരങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അടിസ്ഥാന വസ്തുതകളുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതും യൂസ് ചെയ്യുന്നതൊക്കെയാണ്, പക്ഷെ അത് നമ്മൾ മാത്തമാറ്റിക്സ് ആയിട്ട് കണക്ട് ചെയ്ത് കാണാറുള്ളതേ ഉള്ളൂ. സോ അത് നമ്മൾ കാണുന്നുണ്ടാവും. അതിനുശേഷം ഏറ്റവും ചെറിയ അടിസ്ഥാന ക്രിയകൾ, കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കലൊക്കെ ഉണ്ടല്ലോ സാധാരണ സംഖ്യകളോട്ട് ബന്ധപ്പെട്ട്, അത് നമ്മൾ കാണുന്നുണ്ടാവും. സോ അതിന്റെ കൂടെ വരുന്നതാണ് നിശേഷഹരണം, ഹരണക്ഷമത, ഡിവിസിബിലിറ്റി റൂൾസ് എന്നൊക്കെ പറയുന്നത്. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ പോവുക ഭിന്നസംഖ്യയിലേക്കാണ്. സോ സംഖ്യകളുടെ തരങ്ങൾ തന്നെ വരുന്ന ഒരു ആശയമായ കൊണ്ടാണ് നമ്മൾ ഭിന്നസംഖ്യ സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആയിട്ടാണ് സിലബസിൽ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ കവർ ചെയ്യും. സംഖ്യകൾ എന്ന് പറയുന്ന ആശയത്തിന് ആ ചാപ്റ്ററിന് കവർ ചെയ്യും. ഭിന്നസംഖ്യയുടെ തരങ്ങൾ, ക്രിയകൾ. ഈ ഭിന്നസംഖ്യയുടെ കൂടെ നമ്മൾ ലസാഗു, ഉസാഗ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിൽ ലസാഗുവിന്റെ ഒരു ബേസിക് കാണുന്നുണ്ട്. കാരണം ഭിന്നസംഖ്യയിൽ അതിന്റെ സഹായം വേണ്ടി അതൊക്കെ അങ്ങോട്ട് എത്തുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ദശാംശ സംഖ്യയാണ് പിന്നെ നമ്മൾ കാണുക. അതിന്റെ തരങ്ങളും ക്രിയകളും ഒക്കെ കാണുന്നുണ്ടാവും. ഇതിന്റെ ബേസിക് എല്ലാം കവർ ചെയ്തായിരിക്കും പോകുന്നത്. പിന്നെ വീണ്ടും അടിസ്ഥാന ക്രിയകൾ പറയാൻ കാരണം ബോർഡ് മാസ് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ. അതിനെ പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പേടിക്കാറൊന്നുമില്ല. നമ്മൾ സാധാരണ ഗുണനം, ഹരണം, പിന്നെ കൂട്ടൽ, കുറയ്ക്കലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരു ചോദ്യത്തിൽ കുറെ സംഖ്യകൾ വന്നിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ ഉള്ള ക്രിയകൾ പറയുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ബോർഡ് മാസ് എന്ന് പറയുന്ന ഒരു ചെറിയ മാത്സിന്റെ റൂൾ ഉണ്ട്. അത് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ചെയ്യുക. സോ എന്താണ് നമ്മൾ കാണുന്നുണ്ടാവും. പിന്നെ അവിടെ ശിഷ്ടം ഘടകം ഒറ്റ സ്ഥാനത്തേക്കും. ഇത് നോട്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ശിഷ്ടം എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എന്ന് പറയും. ശിഷ്ടം ഒരു പക്ഷേ വാക്കിന്റെ അർത്ഥം എല്ലാവരും കിട്ടിക്കാണും. നമ്മൾ ഭാഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിച്ചം വന്നാൽ ശിഷ്ടം ഉണ്ടെന്ന് പറയല്ലേ. സോ അവിടെ ഈ ഹരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആശയമാണ് ശിഷ്ടം എന്ന് പറയുന്നത്. സോ അതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം സംഖ്യകളുടെ ക്രിയകൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി അഥവാ ഈ എക്സാമ്പിളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും എക്സാംസിലാണെങ്കിൽ അതിൻ്റെയൊക്കെ ആശയങ്ങൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അടിസ്ഥാനം ഇട്ട് പോവുക. പിന്നെ ഘടകം എന്താണ് തരങ്ങൾ വരുമ്പോൾ തന്നെ ചെറുതായിട്ട് കാണുന്നുണ്ടാവും. അതും ഈ പറയുന്ന പോലെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസിൽ ഗുണന പട്ടികയുമായി ബന്ധപ്പെട്ട് തന്നെ ഘടകത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊക്കെ ആശയത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഒറ്റ സ്ഥാനത്തെ അക്കം ഇത് ബേസിക് ലെവലേ കാണുള്ളൂ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ സോൾവിംഗ് ഒക്കെ വരുമ്പോൾ കാൽക്കുലേഷൻ പാർട്ടിൽ ഓപ്ഷനിൽ നിന്ന് സോൾവ് ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കാൻ ഈ പറഞ്ഞ ഒറ്റ സ്ഥാനത്തെ അക്കത്തിന്റെ ആശയം അറിഞ്ഞിരിക്കുന്നല്ല. പിന്നെ ഈ ഘടകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശരിക്കും നെക്സ്റ്റ് ചാപ്റ്റർ, സോ ബേസിക്കലി നമ്മുടെ സിലബസിലെ 3 ചാപ്റ്റേഴ്സ് ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് കവർ ചെയ്യുന്നുണ്ടാവും. സംഖ്യയുടെ അടിസ്ഥാനത്തിലും ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ. ഇതിനുശേഷം നമ്മൾ കാണുന്നത് ലസാഗോ, ഉസാഗ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് LCM, HCF. സോ LCM, HCFിൽ നമുക്ക് ഈ ഘടകത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഘടകം പഠിക്കുന്നത്. പിന്നെ അതിനുശേഷം സിലബസ് അനുസരിച്ച് പറയുവാണെങ്കിൽ ലാഭനഷ്ടമുണ്ട്. പക്ഷെ ലാഭനഷ്ടം പഠിക്കുന്നതിന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അത് ഏതിന്റെ ആപ്ലിക്കേഷന്? ശതമാനത്തിന്റെ. സോ ശതമാനം ഒന്ന് കണ്ടതിന് ശേഷം അതിന്റെ അടിസ്ഥാനം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ലാഭനഷ്ടം കാണുള്ളൂ. പിന്നെ ഉള്ളത് സമയം, വേഗം, ദൂരം എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ, സ്പീഡ് ടൈം ഡിസ്റ്റൻസ്. പക്ഷെ അത് ഏതിന്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു? റേഷ്യോ, അംശബന്ധത്തിന്. സോ അംശബന്ധത്തിന്റെ ബേസിക് ആണ്. എന്നിട്ടായിരിക്കും നമ്മൾ ആ പറഞ്ഞ സ്പീഡ് ടൈം ഡിസ്റ്റൻസ് കാണുന്നത്. അതേപോലെ അംശബന്ധത്തിന്റെ
ബേസിക് ആപ്ലിക്കേഷൻ ആണ് ഏജ് എന്ന് പറഞ്ഞ് നമ്മൾ റീസണിങ്ങിൽ കാണാൻ പോകുന്നത്. സോ അത് നമ്മൾ പിന്നീട് കാണുന്നുണ്ടാവും. പിന്നെ ശരാശരി ഉണ്ട്, പിന്നെ അതേപോലെ സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടും ഉണ്ട്. ഇത്ര ആകുമ്പോഴത്തേക്ക് നമ്മുടെ പോർഷൻസ്, മാത്സ് പോർഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആവും. ഏത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, ജസ്റ്റ് പ്രിലിംസിന് വേണ്ടിയിട്ട്. സോ ഇതിന്റെ മെയിൻസ് ഉണ്ടാവുമായിരിക്കാം, ഇല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ എക്സാംസ് ഒക്കെ വേറെ ഉണ്ടാവും. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവൽ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ ഫോക്കസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും മാത്സിന്റെ നമ്മൾ നേരത്തെ കണ്ട സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നതാണ് നല്ലത്. ലാസ്റ്റ് സെഷനിൽ കണ്ട്. സോ ആ ഫുൾ കോഴ്സും ഈ പറഞ്ഞ പോലെ മാത്സിന്റെ ലേൺ പടിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ പ്രിലിംസിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയെങ്കിൽ നമ്മൾ നാളെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുക. സോ ഇന്ന് ഫുൾ നമ്മൾ മാത്തമാറ്റിക്സ് എന്താണെന്നും സിലബസ് എന്തൊക്കെയാണെന്നും ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി മനസ്സിലാക്കുക ചെയ്തത്. സോ തുടങ്ങുന്ന എപ്പോഴും സംഖ്യകളായിരിക്കും എന്ന് ഓർത്തോണം. അതിന്റെ ബേസിക് തരങ്ങളും കുറച്ച് അടിസ്ഥാനങ്ങളും ആയിരിക്കും നമ്മൾ ആദ്യമേ കവർ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കുറെ ആശയങ്ങൾ കാണും. ഈ പലതും നമ്മൾ ഒരുപക്ഷെ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും, പക്ഷെ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ പലതും മറന്നുപോയി കാണും. സോ അതൊക്കെ റിഫ്രഷ് ചെയ്യുന്ന ഒരു രീതിയിൽ മാത്രം അതിനെ വീക്ഷിക്കുക. അതേപോലെ എന്തെങ്കിലും അറിയാൻ വയ്യാത്ത ആശയങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. തീരെ അടിസ്ഥാനമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അറിയില്ലെങ്കിൽ നോട്ട് ചെയ്തോളുക. കാരണം നമുക്ക് നാളെ അത് മറ്റു പല രീതിയിലും യൂസ് ആവുന്നുണ്ടാവും. സോ നാളത്തെ ക്ലാസ് ശ്രദ്ധയോടെ കാണുക. ഏറ്റവും ബേസിക് ആണ്, അറിയാമെങ്കിലും ഒന്ന് കണ്ടോളുക, ഒന്ന് കേട്ടോളുക. സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന കിട്ടുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടേതായ ഐഡിയയിൽ ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒരു ലിങ്ക് എങ്കിലും കിട്ടുന്നുണ്ടാവും. സോ നാളെ തൊട്ട് തുടങ്ങുന്ന ക്ലാസ് ശ്രദ്ധയോടെ വീക്ഷിക്കുകയും നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് ദൂരീകരിച്ചതിനെ പോകാൻ ശ്രമിക്കുക.